നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കഴിവാണ് സ്നേഹിക്കുവാനുള്ള മനസ്സ്. എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ കൊതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവം നമുക്കൊരു മനസ്സ് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ സ്നേഹത്തിന് പകരം വെറുപ്പും വിദ്വേഷവും വളർത്തിയെടുക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ധാരാളം ആളുകളും സ്നേഹത്തിന് പകരം വളരെ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടെ ഇടപെടുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ നാം ആരും ഓർക്കാറില്ല എന്നതാണ് സത്യം. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന, വെറുപ്പോടെ കാണുന്ന എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അതൊരിക്കലും ശുഭമല്ല, സന്തോഷമല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. കാലേബ് യോങ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് പരിചയത്തിലുള്ള ഒരു മനുഷ്യൻ ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. ആ മനുഷ്യൻ അന്യായമായി ജയിലിൽ കിടക്കുന്നു എന്ന ബോധ്യത്തിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കാലേബ് യോങ് എന്ന ചെറുപ്പക്കാരൻ ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ആ സംസ്ഥാനത്തെ ഗവർണറുമായി അടുത്ത ബന്ധമുള്ള ആളുകളോട് ഈ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് ഗവർണറെ സ്വാധീനിക്കാനായി ശ്രമിച്ചു. നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ഗവർണറുടെ കയ്യിൽ നിന്ന് ജയിലിൽ കിടക്കുന്നവന് മോചനപത്രം കൈപ്പറ്റുവാൻ കാലേബ് യോങ്ങിന് സാധിച്ചു. വളരെ ആവേശത്തോടും ഒരുപാട് സന്തോഷത്തോടും കൂടെ ജയിലിൽ കിടക്കുന്ന ആ മനുഷ്യനെ മോചിപ്പിക്കേണ്ടതിന് ആ ജയിലിലേക്ക് കാലേബ് യോങ് എത്തി. അദ്ദേഹത്തിന് അടുത്തെത്തിയിട്ട് ഈ മോചനപത്രം കയ്യിൽ കൊടുക്കുന്നതിന് മുൻപ് ആ മനുഷ്യനോട് കാലേബ് യോങ് ഒരു ചോദ്യം ചോദിച്ചു. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താങ്കൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നെ ശിക്ഷ വിധിച്ച ജഡ്ജിയെ കൊല്ലുക എന്നതാണ്. അതുമാത്രമല്ല, എൻ്റെ കേസ് വാദിച്ച വക്കീലിനെയും എനിക്കെതിരെ സാക്ഷി പറഞ്ഞ എല്ലാ സാക്ഷികളെയും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മനുഷ്യന് മറുപടി കേട്ട് കാലേബ് യോങ് വളരെ നിരാശനായി. ഒരുപാട് കഠിനാധ്വാനവും പരിശ്രമവും നടത്തിയിട്ടാണ് ജയിലിൽ നിന്നും മോചിപ്പിക്കേണ്ടതിന് ഈ മോചനപത്രം കാലേബ് യോങ് നേടിയെടുത്തത്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൽ മുഴുവൻ എല്ലാവരോടുമുള്ള പകയാണ്, വെറുപ്പാണ്, വിദ്വേഷമാണ്. അതിൻ്റെ മൂർത്തിഭാവമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും കൊന്നുകളയണമെന്നുള്ള തീരുമാനം. കാലേബ് യോങ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ ജയിലിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മോചനപത്രം കീറിക്കളഞ്ഞ് നടന്നകന്നു. കാരണം ആ മനുഷ്യന് മോചനം ലഭിച്ചതുകൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവുമില്ല. വെറുപ്പിൻ്റെ ആധിക്യം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അന്ധമായ അവസ്ഥയിലേക്കാണ്. പുറമെ എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരുടെയും മുമ്പിൽ മാന്യമായി ചമയാൻ ശ്രമിക്കുമ്പോഴും അകത്ത് വെച്ചു പുലർത്തുന്നത് വെറുപ്പാണെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ
സമൂഹത്തിന് നൽകുന്ന വേദനയുടെ വലിപ്പം വിശദീകരിക്കാനാവുന്നതിനപ്പുറത്താണ്. ആരെയും വെറുക്കരുത്, ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നന്മ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ഒരിക്കലും വെറുക്കരുത്. നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ചവരുണ്ട്, നമ്മെ സ്നേഹിച്ചവരുണ്ട്, വിവിധ നിലകളിൽ കൈത്താങ്ങിയവരുണ്ട്. നമുക്കൊക്കെ ഒരു സ്ഥാനവും പദവിയും നന്മയും ലഭിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചവരെയും കരുതിയവരെയും മറക്കരുത്, വെറുക്കരുത്. ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ അകറ്റിക്കളയാൻ ശ്രമിക്കരുത്. അത് കുടുംബ ബന്ധമാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളാണെങ്കിലും എല്ലാവരെയും സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുക. ആരെയും വെറുക്കാതെ ഏറ്റവും നന്നായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അത് നമ്മെ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ രക്ഷിക്കും.